നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. നിലമ്പൂരിലേക്കാണ് ആദ്യം. നിലമ്പൂർ ഷൗക്കത്തിന്റെ സ്വരാജ്യം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ആര്യാടൻ ഷൗക്കത്തിന് തിളക്കമേറിയ ജയം. LDF സ്ഥാനാർത്ഥി M സ്വരാജിനെ 11,362 വോട്ടിന് തോൽപ്പിച്ചാണ് മണ്ഡലം UDF തിരികെ പിടിച്ചത്. തനിച്ച് മത്സരിച്ച് 20,000-ഓളം വോട്ട് നേടിയ PV അൻവർ LDF തോൽവിയുടെ ആഘാതം കൂട്ടി. ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ LDF പിറകോട്ടുപോയി. നിലമ്പൂരിലെ രാഷ്ട്രീയ ബലപരീക്ഷണത്തിൽ ഒന്നാമൻ ആര്യാടൻ ഷൗക്കത്ത്. ഒരു മാസക്കാലം നിലമ്പൂർ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ UDF ക്യാമ്പിൽ ആഹ്ലാദാരവം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിലമ്പൂർ അത് വിധി എഴുതി കഴിഞ്ഞു. ഇത് ജനങ്ങളുടെ വിജയമാണ്, വാസ്തവത്തിൽ എൻ്റെ വിജയമല്ല. ഞാൻ കാണുന്നത് കേരളത്തിലെ ഈ ഭരണകൂടത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂർ വിധി എഴുതിയതാണ്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ ലീഡ് നേടിയ ആര്യാടൻ ഷൗക്കത്തിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കരുളായി പഞ്ചായത്തിൽ M സ്വരാജിന് നേരിയ ലീഡ് ലഭിച്ചെങ്കിലും മറ്റിടങ്ങളിൽ ആശ്വസിക്കാൻ വകയില്ലായിരുന്നു. UDF കേന്ദ്രങ്ങളായ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ എന്നിവിടങ്ങളിൽ മാത്രമല്ല, M സ്വരാജിന്റെ സ്വന്തം നാടും ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രവുമായ പോത്തുക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലും UDF മുന്നേറ്റം നടത്തി. CPIMന് നിർണായക സ്വാധീനമുള്ള അമരമ്പലത്തും നിലമ്പൂർ നഗരസഭയിലും LDFന് നിരാശ. വികസന കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട്. ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. UDF പ്രവേശം നടക്കാത്തതിനെ തുടർന്ന് തനിച്ച് മത്സരത്തിനിറങ്ങിയ PV അൻവർ പിടിച്ച വോട്ടുകൾ UDFന്റെ തന്നെ വിജയത്തിന് അടിത്തറയൊരുക്കി. അൻവർ UDFന്റെ വോട്ട് പിടിക്കുന്നു, അൻവർ UDFന്റെ വോട്ട് പിടിക്കുന്നതാണ്. തീർത്തും അടിസ്ഥാനരഹിതമാണ്. നമ്മൾ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. NDA ആകട്ടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ രീതിയിൽ നില മെച്ചപ്പെടുത്തി. ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ സിനിമയുടെ പേരായിരുന്നു ദൈവനാമത്തിൽ. വരും നാളുകളിൽ രാഷ്ട്രീയ പോര് കടുക്കുമ്പോൾ എതിരാളികളെ നിലമ്പൂർ ഓർമ്മിപ്പിച്ച് പ്രവർത്തകർ പറയും ബാപ്പുട്ടിയുടെ നാമത്തിലെന്ന്. 9 വർഷത്തിന് ശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിച്ചതുപോലെ ഇനി സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാനുള്ളൊരു തുടക്കമാകുമോ നിലമ്പൂർ? ടീം 24 നിലമ്പൂർ. ജയിക്കാൻ ഉറച്ചാണ് സ്വതന്ത്ര പരീക്ഷണം വിട്ട് നിലമ്പൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിനെ തന്നെ CPIM സ്ഥാനാർത്ഥിയാക്കിയത്. രാഷ്ട്രീയ പോരാട്ടം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയ M സ്വരാജിനും പാർട്ടിക്കും പക്ഷേ അടിതെറ്റി. ക്ലീൻ ഇമേജുള്ള സ്ഥാനാർത്ഥിയെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച M സ്വരാജിനെ തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം? വർഷങ്ങൾക്കു ശേഷം സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി, അതും പാർട്ടിയുടെ കരുത്തനായ യുവനേതാവ്. നിലപാടുകളിൽ വ്യക്തതയും വാക്കുകളിൽ കൃത്യതയുമുള്ള M സ്വരാജ്. പ്രതീക്ഷ വാനോളമുണ്ടായിരുന്നു CPIMന്. സ്ഥാനാർത്ഥിയായി M സ്വരാജ് എത്തിയതോടെ LDF ക്യാമ്പ് ഉണർന്നു. കൊടുമ്പിരി കൊണ്ട പ്രചാരണ ദിനങ്ങൾ. പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. മികച്ച വാഗ്മിയെന്നും വായനക്കാരനെന്നും ഇടതുപക്ഷം വാഴ്ത്തിപ്പാടിയെങ്കിലും നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടിയിരുന്നത് മലയോര മനുഷ്യർ നേരിടുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് ശീലമുള്ളൊരു നേതാവിനെയായിരുന്നു. വെള്ളക്കെട്ടയിലെ വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റ് മരണത്തിൽ തുടങ്ങിയ വന്യജീവി ശല്യത്തെക്കുറിച്ചുള്ള ചർച്ച ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. വന്യജീവി പ്രശ്നം ഉയർത്തിക്കാട്ടി UDF വീടുകൾ കയറി. അതിനെ പ്രതിരോധിക്കാൻ ഭരണമുന്നണിക്കായില്ല എന്നത് വസ്തുത. ജന്മനാടാണെങ്കിലും M സ്വരാജ് ഏറെ നാളും മണ്ഡലത്തിന് പുറത്താണെന്ന ആരോപണവും ഏറ്റു.
ക്ഷേമ പെൻഷനടക്കം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ചയായി. ക്ഷേമ പെൻഷനെക്കുറിച്ച് KPCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശം LDF ആയുധമാക്കി. മറുവശത്ത് സർക്കാരിന്റെ ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയുമായിരുന്നു UDFന്റെ ആയുധം. ഒടുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ RSS ബാന്ധവ പരാമർശവും. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തകർ കൈമേയ് മറന്ന് പണിയെടുത്തു. എന്നിട്ടും M സ്വരാജിനെ വിജയിപ്പിച്ചെടുക്കാൻ LDFനായില്ല. ന്യൂസ് ഡെസ്ക് 24. അൻവറിന്റെ സ്വാധീനമുണ്ടാകില്ലെന്ന് പറഞ്ഞ് അവഗണിച്ച മുന്നണികൾക്ക് PV അൻവർ നൽകിയ മറുപടിയാണ് നിലമ്പൂരിൽ പിടിച്ച 20,000-ഓളം വോട്ട്. ഫലം വന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചു. PV അൻവറിന് UDF പ്രവേശന സാധ്യതകൾ തുറന്നിടുന്നതാണ് UDF നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും രാഷ്ട്രീയ ഉദ്വേഗം നിറച്ചതും PV അൻവറായിരുന്നു. പിണറായിയോട് കലഹിച്ച് CPIM ബന്ധം ഉപേക്ഷിച്ചതു മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ നിലപാട് വരെ, മുന്നണി പ്രവേശന ചർച്ചകൾ തൊട്ട് തനിച്ച് തിരഞ്ഞെടുപ്പ് കളത്തിലേക്കിറങ്ങാനുള്ള നാടകീയ നീക്കങ്ങൾ വരെ, വഞ്ചകനെന്ന് മുഖ്യമന്ത്രിയും വാതിലടച്ചുവെന്ന് പ്രതിപക്ഷ നേതാവും അൻവറിനെതിരെ നിലപാടെടുത്തു. ഇതിനിടയിൽ തനിച്ചിറങ്ങി അൻവർ പിടിച്ച 20,000-ഓളം വോട്ടിന് തിളക്കമേറെ. ഫലം വന്നതിന് പിന്നാലെ ഇനിയുള്ള പോരാട്ടവും PV അൻവർ പ്രഖ്യാപിച്ചു. എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ, ഈ 2026 മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും. മനസ്സിലായോ? ബേപ്പൂരിൽ PV അൻവർ മത്സരിക്കും. പിണറായി സത്തിന്റെ മരുമാനത്തിന്റെ വേര് ഞാൻ ഇറക്കും ജനങ്ങളെ കുട്ടി. അൻവറിന് മുന്നണി പ്രവേശനത്തിനുള്ള സാധ്യതകൾ തുറന്നിടുന്നതായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. കൂടാതിരുന്നല്ലേ അത് തുറക്കാമല്ലോ. വാതില് വേണമെങ്കിൽ അടയ്ക്കാം, അത് വേണമെങ്കിൽ തുറക്കാം. That we will discuss and decide. അൻവറിനോടുള്ള നിലപാട് VD സതീശൻ മയപ്പെടുത്തിയതും സതീശനോട് പ്രശ്നമില്ലെന്ന അൻവറിന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. UDF ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം UDFനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തീരുമാനവും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല. എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ വിരോധമില്ല. ഈ വിഷയങ്ങൾ ഓക്കെ ആണെങ്കിൽ അടുത്ത വിഷയം സംസാരിക്കും. അപ്പോഴല്ല അടുത്ത വിഷയം സംസാരിക്കണ്ടേ. ഒരു മടിയില്ല. എന്താ മടി? ഒരു മടിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ മടിക്കേണ്ട കാര്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം വേണമെന്ന് PV അൻവറിനൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശക്തി തെളിയിക്കാനുള്ള മറ്റൊരവസരമായാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അൻവറും ഒപ്പമുള്ളവരും കാണുന്നത്. 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നേടിയ വിജയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന UDFന് ആത്മവിശ്വാസം പകരും. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF സീറ്റ് UDF പിടിച്ചെടുക്കുന്നത് ഇതാദ്യമാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തെളിയിക്കുന്ന UDF വിജയം മൂന്നാമതും ഭരണം എന്ന ലക്ഷ്യം വെച്ച് നീങ്ങുന്ന LDFനെ പരിശോധനകൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത്. 3 മണ്ഡലങ്ങൾ നിലനിർത്തി UDFും 1 സീറ്റ് നിലനിർത്തി LDFും തൽസ്ഥിതി പാലിച്ചു. എന്നാൽ നിലമ്പൂരിലെ വിജയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. LDFിന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDFന് ഇത് വലിയ ആത്മവിശ്വാസം പകരും. PV അൻവറിന്റെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നേടിയ വിജയം UDFിന്റെ രാഷ്ട്രീയ ജയമാണെന്ന് നിസ്സംശയം പറയാം. വിവിധ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നാണ് മുന്നണി ഉണ്ടാകുന്നത്. പക്ഷെ അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കുക എന്നത് വളരെ അപൂർവമായി നടക്കുന്ന കാര്യം. അതാണ് കേരളത്തിൽ ഞങ്ങൾ തെളിയിച്ചത്. ഈ ടീം UDF ആയിരിക്കും 2026 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരുന്നത്. ആ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നൽകിയത്. കരുത്തനായ M സ്വരാജിനെ തോൽപ്പിച്ചാണ് വിജയമെന്നതും UDF നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നു. മുന്നണിയുടെ ഭൂരിപക്ഷത്തിലും PV അൻവറിന്റെ വോട്ടുകളുമായി ഭരണവിരുദ്ധ വികാരം പ്രകടമായതും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്ന UDFന് അനുകൂല ഘടകമാണ്. ഈ വർഗീയത ഒക്കെ വളരെയധികം പറയുന്ന ആളുകൾക്ക് നിലമ്പൂർ ഒരു പാടാണ്. ജാതിമത അടിസ്ഥാനത്തിലൊന്നും കേരളത്തെ വിഭജിക്കാൻ കഴിയില്ല. മതേതര കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. മൂന്നാമതും ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന LDFന് നിരാശ പകരുന്നതാണ് നിലമ്പൂരിലെ തോൽവി. ഭരണത്തുടർച്ച പൊതുബോധമാക്കി മാറ്റാനുള്ള പ്രചരണ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് നിലമ്പൂരിലെ പരാജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ ക്യാപ്സൂൾ ഇറക്കി ന്യായീകരിച്ചു പോന്നിരുന്ന CPIM നേതൃത്വത്തിന് ഇനി ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞു നിൽക്കാനാവില്ല. തോൽവി ഉയർത്തിക്കാട്ടി CPI അടക്കമുള്ള ഘടകകക്ഷികൾ തിരുത്തലാവശ്യപ്പെട്ട് രംഗത്ത് വരാനുള്ള സാധ്യതയുമുണ്ട്. രാഷ്ട്രീയ ഭരണ സമീപനങ്ങൾ പരിശോധിക്കാനും തിരുത്താനുമുള്ള അവസരമായി നിലമ്പൂർ തോൽവി ഉപയോഗപ്പെടുത്തിയാൽ LDFന് തിരിച്ചുവരവ് അസാധ്യമല്ല. നിലമ്പൂർ ജയത്തോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDFന്റെ ആകെ നേതാവെന്ന സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ്. ഉറച്ച നിലപാടും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സതീശനെ കരുത്തനാക്കുന്നു.
നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ച AP അനിൽകുമാറും KPCC നേതൃത്വത്തിൽ സ്ഥാനം ഉറപ്പിക്കുകയാണ്. 3 മുന്നണികളോടും ഒറ്റയ്ക്ക് മത്സരിച്ച് നിർണായക വോട്ട് നേടിയ PV അൻവറും കരുത്തു തെളിയിച്ചു. പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നിലമ്പൂർ പോര് അൻവറിന് ആത്മവിശ്വാസം നൽകും. നിലമ്പൂരിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തത് BJPക്കുള്ളിൽ പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. നിലമ്പൂരിലെ UDF വിജയത്തോടെ കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. ഇനി തുടരുന്നത് കെയർടേക്കർ സർക്കാരാണ്. ഇനി അങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമെന്നും AK ആന്റണി പറഞ്ഞു. നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ജയിച്ച ആര്യാടൻ ഷൗക്കത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ വിധി നിർണയിച്ചത് ഭരണവിരുദ്ധ വികാരവും PV അൻവർ പിടിച്ച വോട്ടുകളുമാണ്. മണ്ഡലത്തിന്റെ മനസ്സിലിരിപ്പ് തിരിച്ചറിയുന്നതിൽ CPIM പരാജയപ്പെട്ടു. മികച്ച സ്ഥാനാർത്ഥി PV അൻവർ പിടിക്കുന്ന UDF വോട്ടുകൾ, ആര്യാടൻ ഷൗക്കത്തിനോട് ലീഗിന് പിണക്കം, അന്തരിച്ച VV പ്രകാശിന്റെ സുഹൃത്തുക്കളുടെ വോട്ട്, AP സുന്നി വിഭാഗത്തിന്റെ പിന്തുണ, ഇവയൊക്കെ മതി പാട്ടും പാടി ജയിക്കാനെന്ന് CPIM മനപ്പായസമുണ്ടു. ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടും M സ്വരാജിനെ വിജയിപ്പിക്കാൻ CPIMനായില്ല. ബൂത്തുതല കണക്കുകളും അവലോകനങ്ങളും CPIM പതിവ് പോലെ നടത്തി. ഉറപ്പുള്ള വോട്ട് മാത്രം കണക്കാക്കി ബ്രാഞ്ച് സെക്രട്ടറിമാർ 2000 വോട്ടിന് മേൽ സ്വരാജ് ജയിക്കുമെന്ന കണക്കും തയ്യാറാക്കി. മന്ത്രിമാരും MLAമാരും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നേതാക്കൾ വോട്ടർമാരെ പലവട്ടം നേരിൽ കണ്ടു. പക്ഷേ CPIMന്റെ കണക്കുകൂട്ടൽ തെറ്റി. മറുവശത്ത് കോൺഗ്രസും ലീഗും മുമ്പില്ലാത്ത വിധം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഇവരുടെ മുൻകൈയിൽ വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത് 8000-ഓളം പേരെയാണ്. കേരളത്തിന് പുറത്തുള്ള നിലമ്പൂർ മണ്ഡലക്കാരായ 4300 പേരുടെ പട്ടിക തയ്യാറാക്കി. ഇതിൽ 70% പേരെ ബൂത്തിലെത്തിച്ചു. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. CPIMന് RSS ബന്ധം ആരോപിച്ചു. MV ഗോവിന്ദന്റെ പരാമർശം UDF ആരോപണത്തിന് അടിവരയിട്ടു. PV അൻവറിനെ LDFും UDFും തള്ളിക്കളഞ്ഞെങ്കിലും കരുത്തു തെളിയിക്കാൻ അദ്ദേഹത്തിനായി. മത്സരിക്കണമോ വേണ്ടയോ എന്ന് അവസാന നിമിഷം വരെ ആലോചിച്ചിരുന്ന NDAയ്ക്ക് മണ്ഡലത്തിൽ കാര്യമായ വളർച്ചയില്ലെന്നും ജനവിധി വ്യക്തമാക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിക്കുമെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ടു പോകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഉപതെരഞ്ഞെടുപ്പിൽ വന്യജീവി പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ചയായതെന്ന് പറയാൻ സാധിക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചെങ്കിലും മികച്ച രാഷ്ട്രീയ പോരാട്ടം നടത്താനായെന്നാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി നേതൃത്വം ആശ്വാസം കൊള്ളുന്നു. ഭരണത്തിനെതിരായിട്ട് ജനങ്ങളുടെ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ചോരണം. മാത്രമല്ല UDFന്റെ അടിത്തറ വിപുലപ്പെടുത്തണം. രണ്ടും സാധിച്ചില്ലല്ലോ. അവർക്ക് അവരുടെ വോട്ടിനെ നിലനിർത്താൻ വോട്ട് നിലനിർത്തിയ അതിലേക്കെങ്കിലും എത്താൻ സാധിച്ചത് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് ചേർത്തിട്ടാണ്. ചരിത്രപരമായി ഇടതു മണ്ഡലമല്ല നിലമ്പൂർ എന്നതാണ് CPIM നേതൃത്വം ഉയർത്തുന്ന മറ്റൊരു വാദം. എന്തെല്ലാം ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള റിസൾട്ട് LDFനെ ജയിക്കാൻ കഴിഞ്ഞേക്കുമെന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിട്ട് LDF ജയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം പരിശോധിക്കും. ഇത് LDFന്റെ ഒരു മണ്ഡലമല്ല എന്നുള്ള കാര്യം ചരിത്രപരമായി എല്ലാവരുടെയും മുമ്പിലുള്ള വസ്തുതയാണ്. നിലമ്പൂരിലെ തോൽവിയിൽ UDFന് അഭിമാനിക്കത്തക്കതായി ഒന്നുമില്ലെന്നാണ് LDF നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ അതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റമുണ്ടായില്ല, വിജയമുണ്ടായില്ല. ഇതിൻ്റെ നാനാവശങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മതനിരപേക്ഷ നിലപാട് ഉയർത്തിയാണ് LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും CPIM നേതാക്കൾ അവകാശപ്പെട്ടു. അവിടെ ഇപ്പോൾ ജനവിധി വന്നു. ആ ജനവിധി പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. ജനവിധിയിൽ നിന്ന് എന്തെങ്കിലും പുതുതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതോ മറ്റു കാര്യങ്ങളുണ്ടോ അതും പൂർണ്ണമായിട്ടും സർക്കാരും മുന്നണിയും പരിശോധിക്കും. അത് സംബന്ധിച്ച് ഉള്ള ജനങ്ങളുടെ വിധിയായിട്ടാണ് നമ്മൾ കാണുന്നത്. മണ്ഡലത്തിൽ വന്യജീവി പ്രശ്നം ചർച്ചയായ വിമർശനങ്ങളെ വനമന്ത്രി AK ശശീന്ദ്രനും പ്രതിരോധിച്ചു. LDFന്റെ വിജയത്തിന് തടസ്സമായി നിന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കുകയും പരിഹാരമാർഗ്ഗങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ കാലത്തുള്ള നിലപാട്. ആ നിലപാട് ഇനി ആവർത്തിക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയപ്പോൾ പറഞ്ഞതുപോലെ വർഗീയ ശക്തികളുടെ പിന്തുണയിൽ ജയിച്ചു എന്നതാണ് നിലമ്പൂരിലും CPIMന്റെ പ്രതിരോധം. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാനാകാതെ BJP കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 200-നടുത്ത് വോട്ട് മാത്രമാണ് കൂടിയത്. മലയോര മേഖലയിലെ ക്രൈസ്തവ വോട്ടുകൾ അടക്കം ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയ BJPയെ ക്രൈസ്തവ സ്വാധീന മേഖലകൾ പിന്തുണച്ചില്ല. 2016 NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 12,284 വോട്ട്. 2021 3,600 വോട്ടുകൾ കുറഞ്ഞ് 8,684 ആ വോട്ടിംഗ് നിലയിൽ നിന്ന് താഴേക്ക് പോയില്ല എന്നത് തന്നെയാണ് BJPയുടെ വലിയ ആശ്വാസം. ചെറിയ വർധനവുണ്ടായത് ബോണസും. 8,000 അടിസ്ഥാന വോട്ടുകളാണ് BJPക്ക് മണ്ഡലത്തിലുള്ളത്. ആ അടിസ്ഥാന വോട്ടുകളിലെത്താൻ പോലും വിയർത്തു. ക്രൈസ്തവ വോട്ടുകളെ ലക്ഷ്യമിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP പിന്തുടരുന്ന രാഷ്ട്രീയ തന്ത്രം നിലമ്പൂരിന്റെ മണ്ണിൽ പാളി. പരമ്പരാഗത ഹിന്ദു വോട്ടുകളോടൊപ്പം ക്രൈസ്തവ വോട്ടുകളും ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ കണക്കുകൂട്ടൽ പാളി. ക്രിസ്ത്യൻ സഭകൾക്ക് സ്വാധീനമുള്ള ചുങ്കത്തറ പഞ്ചായത്തിലടക്കം 2021 ലഭിച്ച അത്ര വോട്ടുകൾ കിട്ടാത്തത് ഇതിനുദാഹരണമാണ്. പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന ഹിന്ദു ദളിത് വോട്ടുകൾ കാര്യമായി ശിഥിലമായില്ല. അടിസ്ഥാന വോട്ടുകൾ ഏതു തരംഗത്തിലും സുരക്ഷിതമാണെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം. ക്രൈസ്തവ വോട്ട് ധ്രുവീകരണം ആയാസകരമാണെന്നും BJP നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ച പറ്റുമെന്ന് വരും ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടും. പ്രത്യേകിച്ച് തുടക്കത്തിൽ BJP മത്സരിക്കില്ല എന്ന അഭ്യൂഹങ്ങളടക്കം പരന്നത് തിരിച്ചടിയായോ എന്ന സംശയവും നേതൃത്വത്തിനുണ്ട്. എന്നാൽ BJPയുടെ വോട്ട് എവിടെയും പോയിട്ടില്ലെന്നും LDFനും UDFനുമാണ് വോട്ട് കുറഞ്ഞതെന്നുമാണ് BJP നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ പ്രതികരണം. വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാക്കാൻ സാധിച്ചത് ഞങ്ങൾ മാത്രം. ഇത്രയും ഈ രണ്ട് മുന്നണികൾക്കും, കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം, മുഖ്യ ഭരണകക്ഷി, ഇവർക്കൊന്നും വോട്ടിന്റെ എണ്ണത്തിൽ വർധനമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഗണ്യമായ കുറച്ചിലുണ്ടായി. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന നിലയിൽ വോട്ട് ബാങ്കിൽ വലിയ കോട്ടമുണ്ടാക്കാത്തത് വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ BJPക്കും NDAയ്ക്കും ഇനിയും ഏറെ പണിയെടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. ടീം 24 നിലമ്പൂർ. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തിയ ലഹരി വിരുദ്ധ കേരള യാത്രയിലെ നിർദ്ദേശങ്ങളിൽ തുടർ നടപടിയെടുക്കാൻ സർക്കാർ. SKN40 റിപ്പോർട്ടിലെ നിർദ്ദേശമനുസരിച്ച് NDPS നിയമ ഭേദഗതി നടത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ ഇടപെടൽ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ 24ന്റെ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. SKN40യുടെ ലഹരിവിരുദ്ധ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായിരുന്നു മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത്. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മയക്കുമരുന്ന് അളവ് കുറവാണെന്ന കാരണത്താൽ പലരും കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതൊഴിവാക്കാൻ റിപ്പോർട്ടിലെ നിർദ്ദേശമനുസരിച്ച് NDPS നിയമ ഭേദഗതിക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. SKNന്റെ കേരള യാത്രയോടനുബന്ധിച്ച് ലഹരി വ്യാപനത്തെ തടയാൻ ഉള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും കണ്ടത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇന്ന് വിവിധ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ഈ കാര്യം 24 ന്യൂസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് വിളിച്ചു ചേർത്തത്. ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അവിടെ വന്നത് ഈ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതും റീഡിഫൈൻ ചെയ്യുന്നതും സംബന്ധിച്ച നിയമ ഭേദഗതിയാണ്. 24 നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം തന്നെ NDPS ആക്ടിൽ ഭേദഗതി വേണം എന്നതാണ്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീണ്ടും ഉന്നയിക്കാൻ, കേന്ദ്രത്തിനോട് വീണ്ടും ഉന്നയിക്കാൻ ഇന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. SKN യാത്രയിൽ കണ്ടെത്തിയ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകളിൽ നിരീക്ഷണം ശക്തമാക്കും. 24ന്റെയും SKNന്റെയും ഇടപെടലിനെ മുഖ്യമന്ത്രി യോഗത്തിൽ പ്രശംസിച്ചു. ഈ പ്രവർത്തനം തുടരണമെന്നും എക്സൈസ് മന്ത്രി നിർദ്ദേശിച്ചു. 24 അതിൽ ഒരു മുൻകൈയെടുത്തു എന്നത് അങ്ങേയറ്റം മാതൃകാപരമാണ്, അഭിനന്ദനാർഹമാണ്. ഇത് വിടാതെ നിങ്ങൾ പിന്തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പലപ്പോഴും മാധ്യമങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത്തരം ക്യാമ്പയിൻ എടുക്കും, പിന്നീട് അത് മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അത് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി വരും. പക്ഷേ ഇത് നമുക്കങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ല. മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു മാസം നീണ്ടുനിന്ന യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടായി 24 കൈമാറിയത്. 24 തിരുവനന്തപുരം. ലഹരിക്കെതിരെയുള്ള SKN40 റിപ്പോർട്ടിലെ ആദ്യ നടപടികൾ കാസർഗോഡ് തുടങ്ങിയ എക്സൈസ്. റിപ്പോർട്ടിൽ പരാമർശിച്ച കുഞ്ചത്തൂർ സ്വദേശി അരവിന്ദാക്ഷനെതിരെ കേസെടുത്തു.
കാറിലും ഓട്ടോറിക്ഷയിലും അനധികൃതമായി അന്യസംസ്ഥാന മദ്യം കടത്തിയതിനാണ് കേസെടുത്തത്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, കാലങ്ങളായി ആ പ്രദേശത്തെ ആളുകളുടെ സ്വൈര്യജീവിതത്തിന് ഒപ്പം കുടുംബങ്ങളുടെ അന്തരീക്ഷത്തിനൊക്കെ വിഘാതമാകുന്നൊരു വ്യക്തിയാണ് ഇയാളെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴുള്ള പോലീസ് നടപടി, തുടരന്വേഷണങ്ങൾ എങ്ങനെ? SKN40 റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് സംസ്ഥാനത്ത് തന്നെ ആദ്യ നടപടി എന്ന് വേണം പറയാൻ. അത് കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അടുക്കത്ത് വയൽ എന്ന ഭാഗത്ത് വെച്ചാണ് ഈ അരവിന്ദാക്ഷനും കൂട്ടരും ഈ അനധികൃതമായി മദ്യം കടത്തിയിരുന്നത്. SKN40 റിപ്പോർട്ടിന്റെ പകർപ്പ് അത് കാസർഗോഡ് ജില്ലയിലെ ഈ എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ പട്ടികയിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. അങ്ങനെ ആ നിരീക്ഷണത്തിലുള്ള ആളാണ് ഇപ്പോൾ ഈ കുഞ്ചത്തൂർ സ്വദേശി അരവിന്ദാക്ഷൻ. കാറിലും ഓട്ടോയിലുമായി അനധികൃതമായി അന്യസംസ്ഥാന മദ്യം കടത്തിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ഇയാൾ കടത്തിയ 453.6 ലിറ്റർ ഗോവ കർണാടക മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു പ്രതി പുരുഷോത്തമൻ എക്സൈസിന്റെ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുഞ്ചത്തൂർ സ്വദേശി അരവിന്ദാക്ഷൻ ഓടി രക്ഷപ്പെട്ടു എന്ന് എക്സൈസ് സംഘം പറയുന്നുണ്ട്. കാസർകോട്ടെ എക്സൈസിന്റെ ഡെൻസഫ് സ്ക്വാഡും അതുപോലെ തന്നെ എക്സൈസ് സംഘവും ഒക്കെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇയാളുടെ വീട്ടിലൊക്കെ എത്തി എക്സൈസ് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. 453 റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശദമായി ചർച്ച ചെയ്താണ്. ഏതായാലും എക്സൈസ് സംഘം കാസർഗോഡ് നടപടി തുടങ്ങിയിരിക്കുന്നു ആ റിപ്പോർട്ടിന്മേൽ. സമാധാന നീക്കങ്ങളെ അപ്രസക്തമാക്കി ഇസ്രയേൽ ഇറാൻ സംഘർഷം ആളിക്കത്തുന്നു. ഇറാനിലെ എവിൻ ജയിലിലും ഫോർദോ ആണവ നിലയവും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തി. ഇസ്രയേൽ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. തെക്കൻ ഇസ്രയേലിലെ അഷ്ദോദിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. സിറിയയിലെ അമേരിക്കൻ സേനാ താവളത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘം ആക്രമിച്ചെന്ന് റിപ്പോർട്ടുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകളും ടോമഹോക്ക് മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായിരിക്കുന്നത്. ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതായി ഇറാനും സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ ഇറാനിലെ 6 വിമാനത്താവളങ്ങളിലും ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി. ഹിബ്രു ഭാഷയിലുള്ള എക്സ്പോസ്റ്റിലൂടെയാണ് സൈന്യം വിവരം പുറത്തുവിട്ടത്. 15 വിമാനങ്ങളും ഹെലികോപ്റ്ററും റൺവേകളും തകർക്കപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഓഫീസ് തകർത്തതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന ഇറാനിലെ കുപ്രസിദ്ധ എവിൻ ജയിലിലും ഇസ്രയേൽ ബോംബ് വർഷിച്ചു. റെഡ് ക്രസന്റിന്റെ കേന്ദ്രം അടക്കം ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. തെക്കൻ ഇസ്രയേലിലെ അഷ്ദോദിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. തബ്രിസിൽ ഇസ്രയേലിന്റെ F-35 വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. വടക്കൻ ഇസ്രയേലിൽ അപായ സൈറണുകൾ മുഴങ്ങി. തെക്കൻ ഇസ്രയേലിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. ലണ്ടനിലെ ജോലി സ്ഥലത്ത് നിന്ന് പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കാൻ നാട്ടിലെത്തിയതായിരുന്നു രഞ്ജിത. ഹൃദയാഘാതത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടനില തരണം ചെയ്തെങ്കിലും വെന്റിലേറ്റർ സൗകര്യമുള്ള തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന VSനെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു. QFFKയുടെ 3ാമത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 24ന് 2 പുരസ്കാരങ്ങൾ. മികച്ച കണ്ടന്റ് ക്രിയേറ്ററിനുള്ള പുരസ്കാരം കുരാണം എന്ന പരിപാടിയിലൂടെ ശ്രീനിത കൃഷ്ണൻ ലഭിച്ചു. രാജേഷ് വെള്ളരിക്കുണ്ടിനാണ് മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം. അമ്മക്കിളിയുടെ ചിറകിനടിയിൽ സംരക്ഷണമൊരുക്കിയ കാക്കയുടെ ചിത്രം പകർത്തിയതിനായിരുന്നു പുരസ്കാരം. ഇതോടെ വാർത്താസന്ധി പൂർണ്ണമാകുന്നു.